എന്റെ പേര് ശിവൻ വെങ്കടൻ. ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. ഞാൻ അവസാനം പറയാന്ന് പറഞ്ഞാൽ എനിക്ക് അച്യുതാവതാരം എന്റെ ഡെബ്യൂണ്. ഞാൻ 14 വർഷമായിട്ട് നാടകത്തിലുണ്ട്. സിനിമ എനിക്ക് ആദ്യത്തെയാണ്. അപ്പം എല്ലാം കൊണ്ടും അച്യുതാവതാരം എനിക്ക് വളരെ സ്പെഷ്യലാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-14 വർഷം മുമ്പ് ഒരു ഡോക്യുമെന്ററിയുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്കാർ എന്ന് പറയുന്ന ഒരു വടു സ്കാർ സിനിമയുടെ ഡയറക്ടറായിട്ട് ശ്രീജിത്ത് പോയിക്കാവ്, അദ്ദേഹത്തിന്റെ ഒരു ഡോക്യുമെന്ററി രാമകാര്യനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള കടലിരമ്പം എന്ന് പറയുന്ന ഡോക്യുമെന്ററി ഉണ്ട്. അതിന് അസിസ്റ്റന്റ് ആയിരുന്നു. ഒരു ഫിലിമിംഗ് പ്രോസസ് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ ഒരു സിനിമ രൂപപ്പെടുന്നതിന് പുറകിലുള്ള പണികളൊക്കെ അന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് വർക്ക് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളിലുണ്ട്. പക്ഷെ പിന്നീട് അങ്ങനെ സിനിമയിലേക്ക് അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. സിനിമ മനഃപൂർവ്വം സിനിമയിലേക്ക് ചാടിയിട്ടില്ല. പലരും പറയും സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ആദ്യം കുറെ കാലം പൈസ ഒന്നും കിട്ടില്ല, അങ്ങനെ നടന്നു. പിന്നെ നമുക്ക് സമയത്തുമ്പോഴേ എന്റെ ഒരു പോളിസി വേറെയാണ്. നമ്മുടെ തൊഴിൽ ഇതാണ്. ഞാൻ അഭിനയം കൊണ്ടോ അല്ലെങ്കിൽ കല കൊണ്ടോ മാത്രം ജീവിക്കുന്ന ആളായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സമയത്ത് ചെറുതാണെങ്കിലും പ്രൊഫഷണലി പെയ്ഡ് ആയിട്ടുള്ള വർക്ക് വരട്ടെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു പ്രൊഫഷണൽ അപ്രോച്ച് വരുമ്പോൾ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നാടകത്തിന്റെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പെർഫോമിംഗ് ആർട്സിന്റെ, ഞാനിപ്പോ ഡാൻസേഴ്സിന് വേണ്ടി ലൈറ്റിംഗ് ഡിസൈനിങ് ചെയ്യുന്നത് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് മാത്രമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിലെ ഒരു പ്രധാന വില്ലനും അതുപോലെ തന്നെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ജോസഫ് വേറൊരു വർക്ക്ഷോപ്പായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ താല്പര്യം എന്ന് പറഞ്ഞത്. പുള്ളി ഞാൻ കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ അയച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. അപ്പൊ അദ്ദേഹം കണ്ടു ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്നെ ആപ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇവരോട് ഡിസ്കസ് ചെയ്തപ്പോ ദേവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട്. അപ്പൊ എനിക്ക് വേറൊരു സ്പെഷ്യാലിറ്റി, ഈ കഥാപാത്രം കേട്ടപ്പോ തന്നെ എന്റെ അനിയന്റെ സ്വന്തം ഒരു അനിയനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ദേവൻ എന്നാണ്. അപ്പൊ എന്റെ ആദ്യത്തെ ക്യാരക്ടർ ദേവൻ എന്നുള്ള പേര് എന്നെ പലരും തെറ്റിയിട്ട് ദേവാന്ന് വിളിക്കാറുണ്ട്. ഞാൻ കുട്ടിക്കാലത്തുള്ള ദേവാന്നുള്ള വിളി കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് മനുഷ്യന്മാർക്ക് സന്തോഷിക്കാതെ മതി, കണക്ഷൻ. അപ്പൊ നമ്മൾ എന്താ പറയാ കല്ലനായിട്ടുള്ള തൃശ്ശൂർ ഭാഷയിൽ കല്ലൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ആണെങ്കിലും ഈ ദേവനും കുറച്ച് വളരെ മാനുഷികമായിട്ടുള്ള ചില ഭാവങ്ങളും ചിലത് വളരെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ചില സൈഡുകളൊക്കെ ഉണ്ട്. സിനിമയ്ക്കകത്ത് ദേവന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഈ ദീക്ഷിതിന്റെ അതുപോലെ തന്നെ വിശ്വ എന്ന് പറയുന്ന വേറൊരാളാണ്. ഈ അച്യുതയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പൊ അവരുടെ കൂടെ നിൽക്കുന്ന, അവരുടെ ഒരു പില്ലർ ഓഫ് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന, അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദേവൻ. ദേവൻ പല സ്ഥലങ്ങളിലും ഇവരുടെ ഒരു ഇൻഫ്ലുവൻഷ്യൽ എലമെന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാനിത് ആദ്യത്തെ ക്യാരക്ടർ കേട്ട സമയത്ത് എനിക്കൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ഇയാളൊരു ഗുണ്ട ടൈപ്പ് ഒരാളാണ്, ഭയങ്കര ഈ അങ്ങാടിയിൽ മാർക്കറ്റിലൊക്കെ പോയിട്ട് തല്ലുണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണോ. പക്ഷെ പിന്നെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യൻ. അയാള് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ന്യായത്തിന്റെ ഭാഗത്താണെങ്കിൽ അയാൾക്ക് പിന്നെ പേടിയൊന്നും, ഞാൻ ഒട്ടും തന്നെ ഭയങ്കര ഫിയർലെസ് ആയിട്ടുള്ള, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള, ക്ലാരിറ്റി ഉള്ള, ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യക്തതയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ ഫിസിക്കലി നമ്മൾ ഇങ്ങനെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനെന്നുള്ള ഒരു സാഹചര്യം പോലെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമുക്ക് ഷൂട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ മെന്റലി ഇമോഷണലി ആ ക്യാരക്ടറിനെ എങ്ങനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. തിയേറ്ററിൽ നിന്ന് നമ്മുടെ ട്രെയിനിങ് അതാണ്. കഥാപാത്രം കിട്ടുമ്പോൾ അപ്പൊ ഞാനിതിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. ആരാണ് ദേവൻ ഈ സിനിമയ്ക്കകത്ത് ഇയാളുടെ കുടുംബത്തെ പറ്റിയിട്ടോ ഒന്നുമില്ല, അങ്ങനെ തരത്തിലുള്ള യാതൊരു പശ്ചാത്തലം ഇയാളെ പറ്റി പറയുന്നില്ല. കഥയിൽ വന്നു പോകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ക്യാരക്ടറിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത് എഴുതിയ ഒരാളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഇപ്പൊ ഡയറക്ടർ പുനീത് അദ്ദേഹം ഇത് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നത്, ഈ ക്യാരക്ടറിനെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന ഒരു കാരണം കാണുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഈ രണ്ടുപേരുടെ കൂടെ പാർട്ണറായിട്ട് നിൽക്കുന്ന ഇപ്പൊ ദീക്ഷിത് എന്ന് പറയുന്ന ക്യാരക്ടർ നാട്ടിൽ സ്ഥിരം വരുന്ന ക്യാരക്ടർ അല്ല. ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുന്നതും എത്ര കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നതൊക്കെ ദേവനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വിശ്വാസ്യത ഉള്ള ഒരാളായിരിക്കും. കൂടെ നിൽക്കുന്നവർക്ക് അത്രയും ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ആളായിരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറിന്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റഡി ഇതിനകത്ത് ചെയ്യാൻ പറ്റി. നേരത്തെ അവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഡയറക്ടർക്ക് പ്ലോട്ടിൽ നിന്ന് മാറരുത്, അല്ലെങ്കിൽ പ്ലോട്ടിനകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം എന്ന് പറയുന്ന പോലെ ഭയങ്കര അങ്ങനെ ഒരു ബലം പിടുത്തം ഉണ്ടായിരുന്നില്ല ഇത് തീർച്ചയായിട്ടും. പിന്നെ ഓട്ടോമാറ്റിക്കലി ഇതൊരു എന്താ പറയാ ട്രാൻസ്ലേറ്റഡ് സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതിന്റെ ഒരു ഈ പറഞ്ഞ പോലെ ഇംപ്രവൈസ് ചെയ്യാൻ ശ്രമിക്കും. കാരണം കന്നഡയിൽ എഴുതിയിട്ട് മലയാളത്തിലേക്ക് വന്നൊരു സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ശൈലിയിലോ നമുക്ക് കുറച്ചൊരു കംഫർട്ടബിൾ ആവുന്ന ഭാഷയിലോ പറയാനായിട്ട് നമുക്ക് ഡയലോഗിന്റെ സൈഡാണ് പറയുന്നത്. ബാക്കി ഒരു ആക്ഷൻ ഏരിയാസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഓരോ ഫ്രെയിമിനകത്തുള്ള കോമ്പോസിഷനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. വിഷയം പറയുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരു പറഞ്ഞ പോലെ ഭാഷ മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. ട്രാൻസ്ലേറ്റിംഗ് ചിലപ്പോൾ സ്ട്രക്ചർ മാറും ഭാഷ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മാറ്റേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളത് പറയുമ്പോൾ നമുക്കൊരു
ഒരു വ്യക്തത കുറവോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു പഞ്ച് കിട്ടുന്നില്ലെങ്കിൽ നമ്മളത് മാറ്റി പറയും. അപ്പൊ അങ്ങനെ ത്രൂ ഔട്ട് ഷൂട്ടിനകത്തും അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സിനും കൃത്യമായൊരു ഡയമെൻഷൻ ഉണ്ടായിരുന്നു. വെറുതെ സൈഡിൽ നിൽക്കാനോ അല്ലെങ്കിൽ എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ 3 വില്ലന്മാർക്ക് 3 നായകന്മാരെന്ന് പറയുന്ന ബാലൻസിങ് ഒന്നുമല്ല. ഓരോരുത്തർക്കും ചെയ്യാനുള്ള റോളുകളുണ്ട്. അവരത് ചെയ്യുന്നു, അവർ തിരിച്ചു പോകുന്നു പറഞ്ഞാൽ നല്ല വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. ആ സ്ക്രിപ്റ്റിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ അതിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ അങ്ങനെ തന്നെയാണ്. അതിപ്പോ ദിലീപേട്ട ക്യാരക്ടർ ആണെങ്കിലും പുള്ളി എന്തിനാണ് അതിനകത്ത് കഥയ്ക്കകത്ത് അങ്ങനത്തെ ഒരു ഓഫീസർ വരണമെന്ന് വെച്ചാൽ ആ ഓഫീസർ കൃത്യമായിട്ട് ചെയ്യാനുള്ള റോളുണ്ട്. അപ്പൊ എല്ലാ നല്ല സ്ക്രിപ്റ്റുകൾക്കും നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു നല്ല സ്ക്രിപ്റ്റ് ആണ്